ഹലോ ഗായ്സ്, വെൽക്കം ടു മുതലും കപ്പിൾസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തെല്ലാം വിശേഷമുണ്ട്? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമ്മളിന്ന് ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് നമുക്ക് മാങ്ങ ചമ്മന്തിയിൽ നിന്ന് ആരംഭിക്കാം. എല്ലാവരുടെ കയ്യിലും മാങ്ങയൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. പച്ചയായാലും പഴുത്താണെങ്കിലും മാങ്ങ ഇല്ലാണ്ട് ഇപ്പോൾ ഏത് വീടും ഉണ്ടാവില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ അതാ നമ്മളിത് മാങ്ങ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് നിങ്ങൾക്ക് ഏത് മുളക് വേണമെങ്കിലും ഇടാം കേട്ടോ. ഇത് ഞാൻ കാന്താരി മുളക് പോലത്തെ ഉള്ളൊരു മുളകായിട്ടിരിക്കുന്നത്. പിന്നെ ചെറിയുള്ളി നിങ്ങൾക്ക് ആവശ്യത്തിലിടാം. എനിക്ക് ചെറിയുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഇടാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പഴുത്തതോ പച്ചയായിട്ട് മാങ്ങയുടെ ഞാൻ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള മാങ്ങ ഇട്ടിട്ട് അതൊന്നും കൂടി ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരുവിധം ചതഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം. എന്നിട്ട് നമുക്കതിലോട്ട് തേങ്ങ നല്ല രസമുണ്ട്. ഒരു കാര്യം കേട്ടോ, പച്ചമുളകിന് പകരം നിങ്ങൾക്ക് വറ്റൽമുളക് ഇടാനും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് തേങ്ങ ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മാങ്ങയുടെ കഷ്ണമൊക്കെ ഇടയ്ക്ക് കിട്ടണം. അങ്ങനത്തെ ഒരു അരയ്ക്കുക കേട്ടോ. അരച്ച ശേഷം ഇതാ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടോ. കാണുമ്പോൾ തന്നെ എന്തൊരു ടേസ്റ്റ് ആവല്ലേ. അതിങ്ങോട്ട് ചൂട് ചോറിൽ കൂടെ ഇങ്ങോട്ട് ഇട്ട് കഴിച്ചാൽ എൻ്റെ അമ്മ എന്തൊരു സ്വാദാച്ചിട്ടാ. ഇഷ്ടമുള്ളവർക്കൊക്കെ അത് മാത്രം മതി. അല്ലാത്തവർ തൈരോ മോരോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയുടെ കൂടെ സൈഡായി വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തൊരു നോക്കിയാൽ ആവി പറക്കുന്ന ചോറും ചമ്മന്തിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് കമൻറ്റ് സെക്ഷനിലൊന്ന് പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അവർ വീഡിയോസ്. താങ്ക് യു.